ഇന്നലെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി ഇന്ന് AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം, രാജ്യം 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണത്തിലാണ് ഇന്നു മുതൽ. അതോടൊപ്പം തന്നെ 2 തവണ പ്രധാനമന്ത്രിയായ അദ്ദേഹം അതിനു മുമ്പ് 7 പ്രധാനമന്ത്രിമാരോട് കൂടി സഹകരിച്ചിട്ടുണ്ട്, യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ അനുസ്മരിക്കാം? മറ്റ് വിവരങ്ങൾ കൂടി. ഇന്നലെ രാത്രി 9:51 കൂടിയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം സംഭവിക്കുന്നത്, ദേഹവിയോഗം സംഭവിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലാണ്. ജൻപത്ത് റോഡിലുള്ള ഈ വസതിക്കകത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം ഉള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ ഭൗതികദേഹം ഡൽഹി എയിംസ് ആശുപത്രിയിൽ നിന്നും ഈ കാണുന്ന ജൻപത്തിലെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മോട്ടിലാൽ നെഹ്റു റോഡ് മാർഗ് ബംഗ്ലാവ് 3 എന്ന അഡ്രസ്സിലുള്ള ഈ വസതിയിലേക്ക് എത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഉള്ളത് ഈ വസതിക്ക് അകത്താണ്. അർദ്ധരാത്രിയിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാകും നടക്കുക. മകൾ അമേരിക്കയിൽ നിന്നും വരേണ്ടതുണ്ട് എന്നതാണ് ഇന്ന് സംസ്കാരം നടത്താതെ നാളത്തേക്ക് മാറ്റിയത് എന്നാണ് ഇപ്പോൾ AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം പൊതുദർശനവും ഉൾപ്പെടെയുള്ള, അതായത് സാധാരണ ജനങ്ങൾക്ക് പൊതുദർശനത്തിന് മൻമോഹൻ സിംഗിനെ അവസാനമായി കാണുവാനുള്ള അവസരവും ഒരുപക്ഷെ നാളെയാകും നൽകുക. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ഭൗതിക വയ്ക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്തായാലും ഇന്ന് എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇനി നമുക്ക് കുറച്ച് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം അതിശൈത്യമാണ് ഡൽഹിയിൽ. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ വസതിക്കകത്ത് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഉള്ളത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ വസതിക്ക് ഉള്ളിലില്ല. അതിനാൽ തന്നെ കുറച്ച് സമയത്തിനകം തന്നെ ഓരോരുത്തരായി ഇവിടേക്ക് എത്തി നാളത്തെ സംസ്കാര ചടങ്ങും അതോടൊപ്പം തന്നെ വിലാപയാത്രയായി എവിടെ നിന്ന് ആരംഭിച്ച് എവിടെയാണ് സംസ്കാരം നടത്തുക, അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങൾ അതെല്ലാം നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് ഒരു തീരാ നഷ്ടം തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ ദേഹവിയോഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ രാത്രി 9:51 അദ്ദേഹത്തിന്റെ ദേഹവിയോഗം സംഭവിക്കുകയായിരുന്നു. ഏറെ നാളുകളായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നു. വാർദ്ധക്യ സഹജമായ പല പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതിനാൽ പലപ്പോഴും അദ്ദേഹത്തെ ഡൽഹി എയിംസിൽ തന്നെ പ്രവേശിപ്പിക്കുകയും ആരോഗ്യം അതീവ ഗുരുതരമാവുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ പലതവണയായി സംഭവിച്ചതാണ്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ഇഹലോകവാസം അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭൗതികദേഹം ഈ വസതിക്കുള്ളിലാണുള്ളത്. അനു, മികച്ച പാർലമെന്റേറിയൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പുകഴ്ത്തിയ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് റിസർവ് ബാങ്ക് ഗവർണറായും അതോടൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രിയായും ഉള്ള പ്രവർത്തനങ്ങൾ കൂടി എങ്ങനെ വിലയിരുത്തും ഗൗതം? അനു, സാമ്പത്തിക ഉപദേഷ്ടാവ് അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധൻ, അങ്ങനെ പല രീതിയിലാണ് സാമ്പത്തിക മേഖലയിലൂടെയാണ് മൻമോഹൻ സിംഗ് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നത്. 1971 അന്ന് വാണിജ്യ വകുപ്പിൻ്റെ ഉപദേഷ്ടാവായി അദ്ദേഹം സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് 7 പ്രധാനമന്ത്രിമാർക്കൊപ്പം ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ അത്രത്തോളം വലിയ സമ്പന്നമായ അനുഭവ സമ്പത്ത് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഉണ്ടായിരുന്നു. ആദ്യം 1971 വാണിജ്യ മന്ത്രാലയത്തിന്റെ ഉപദേഷ്ടാവായി എത്തുന്ന ഘട്ടത്തിൽ അന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതിനുശേഷം പിന്നീട് മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ തുടങ്ങി ഏതാണ്ട് 7 പ്രധാനമന്ത്രിമാർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ച് ആ അനുഭവ സമ്പത്തുമായിട്ടാണ് പിന്നീട് ഭാരതത്തിൻ്റെ ധനമന്ത്രിയായി അദ്ദേഹം 1991 ചുമതലയേൽക്കുന്നത്. നരസിംഹറാവു അന്ന് പല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തെ ധനമന്ത്രാലയത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിൽ അക്കാലത്ത് വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മൻമോഹൻ സിംഗ് തന്നെ ധനവകുപ്പ് ഏറ്റെടുക്കണം എന്ന ഒരു നിർദ്ദേശം അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 91 വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം നേരിടുന്ന ഘട്ടത്തിൽ ധനമന്ത്രാലയത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം പിന്നീട് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു. ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ്. അപ്പോൾ സാമ്പത്തിക മേഖലയിലൊക്കെ രാജ്യത്തിനെ വലിയ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ് ഇപ്പോൾ
നമ്മെ വിട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെ പ്രമുഖ വ്യക്തികളെല്ലാം ഇപ്പോൾ അനുശോചിക്കുന്നുണ്ട്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി തുടങ്ങിയവരെല്ലാം ഇന്നലെ രാത്രിയിൽ തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എക്സിലും മറ്റും കുറിപ്പുകൾ എഴുതിയിരുന്നു. വീരപുത്രനെ, രാജ്യത്തിൻ്റെ മഹത്തായ പുത്രനെ നഷ്ടപ്പെട്ടു എന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കിയത്. രാജ്യത്തിൻ്റെ നിരവധി മഹത്തായ പുത്രന്മാരിൽ ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് വലിയ ദുഃഖത്തിൻ്റെ സന്ദർഭമാണ് എന്നാണ് ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് സമാരാധ്യനായ നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വം എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് എന്ന് രാഹുൽ ഗാന്ധിയുടെ കുറിപ്പ് വന്നിരുന്നു. വഴികാട്ടിയെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന പ്രതികരണം കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരത്തിൽ വളരെയധികം ആളുകളുമായി, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1971 മുതൽ തന്നെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്, അതും ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, RBI ഗവർണർ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ, പിന്നീട് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ വിവിധ മേഖലകളിൽ അദ്ദേഹം കൈവയ്ക്കുകയും അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത അനശ്വര വ്യക്തിത്വം തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ഉണ്ടാകൂ, ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനു. ശരി ഗൗതം.